വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകൻ ജിജേഷിന്റെയും ആത്മഹത്യയിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. കൽപ്പറ്റ ജില്ലാ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. ഇന്ന് പരിഗണിക്കാത്ത പക്ഷം ഉടൻ അറസ്റ്റ് ഉണ്ടായേക്കാവുന്ന സാഹചര്യത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാനും ആലോചനയുണ്ട്. വിവരങ്ങളുമായി രതീഷ് വാസുദേവനാണ് ചേരുന്നത്. രതീഷ്, ഇന്ന് ഈ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഏതു രീതിയിലായിരിക്കും കോടതി വാദങ്ങൾ കേൾക്കുക? ഇത് എത്രമാത്രമാകും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുക? സ്വാതി, നമുക്കറിയാം, തീർച്ചയായും കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലും പ്രതിരോധത്തിലുമാക്കിയ ഒരു സംഭവമാണ് DCCയുടെ ട്രഷറായിട്ടുള്ള NM വിജയൻ്റെയും അദ്ദേഹത്തിൻ്റെ മകൻ്റെയും ആത്മഹത്യ. അതുകൊണ്ട് തന്നെ വളരെ കോളിളക്കം ഉണ്ടാക്കിയ ഒരു സംഭവം എന്ന നിലയിൽ കോൺഗ്രസിന് വലിയ പ്രതിരോധത്തിലാക്കിയ ഒരു രാഷ്ട്രീയ വിഷയം എന്ന നിലയിൽ കൂടി, ആഭ്യന്തര വിഷയം എന്ന നിലയിൽ കൂടിയാണ് ഇതിന് പ്രസക്തിയുള്ളത്. ഇപ്പോൾ നിലവിൽ ഇന്ന് വരെയാണ് കൽപ്പറ്റ സെഷൻസ് കോടതി ഈ IC ബാലകൃഷ്ണൻ MLA, അതുപോലെ തന്നെ DCC പ്രസിഡന്റ് ND അപ്പച്ചൻ തുടങ്ങിയവരെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നത് തടഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് കോടതിയുടെ ജില്ലാ സെഷൻസ് കോടതിയുടെ വിധി നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ശേഷം ഹൈക്കോടതിയെ സമീപിക്കുകയല്ലാതെ മറ്റു വഴി അവർക്കില്ല. അതുമാത്രമല്ല, ഇതിൽ വലിയ ആത്മവിശ്വാസം ഈ കോൺഗ്രസ് നേതാക്കൾക്ക് ഇല്ല എന്ന് തന്നെ പറയണം. IC ബാലകൃഷ്ണനും ND അപ്പച്ചനും KK ഗോപിനാഥൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഇത്രയും കാലമായിട്ട് ഇത്രയും ദിവസം, അതായത് അറസ്റ്റ് ചെയ്യില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും ഇത്രയും ദിവസം ജില്ലയിൽ എത്തിയില്ല എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. അത്തരത്തിൽ ജാമ്യം ലഭിക്കുമോ എന്ന ആശങ്ക ഈ കോൺഗ്രസ് നേതാക്കൾക്കുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് കോടതി വേറെ ഏതെങ്കിലും കോടതി ഈ പരിഗണനയുടെ വിഷയം മാറ്റിവെച്ചാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിധി പറഞ്ഞാലോ വലിയ ആശങ്കയിലാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അറസ്റ്റിലേക്ക് പോകും. കേസ് പ്രത്യേക അന്വേഷണ സംഘം എന്തായാലും അറസ്റ്റ് നടപടികളായിട്ട് മുന്നോട്ട് പോകും. ആ ആശങ്ക ഈ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അതേപോലത്തെ IC ബാലകൃഷ്ണൻ MLAക്കുണ്ട്, ND അപ്പച്ചനുണ്ട്, KK ഗോപിനാഥനുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഇപ്പോഴും ഒളിവിലാണ്. എന്തായാലും ഇന്നത്തെ നിർണായക വിധിക്ക് ശേഷം, മുൻകൂർ ജാമ്യാപേക്ഷയിലുള്ള ഒരു വ്യക്തതയ്ക്ക് ശേഷം മാത്രമേ അവർ ജില്ലയിൽ എത്താൻ സാധ്യതയുള്ളൂ. മാത്രവുമല്ല, അല്ലെങ്കിൽ ഈ ജാമ്യാപേക്ഷ പരിഗണിച്ചിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ ഹൈക്കോടതിയെ സമീപിക്കുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് നേതൃത്വത്തെ വലിയ പ്രതിരോധത്തിലാക്കിയ ഒരു രാഷ്ട്രീയ വിഷയ നിലയിൽ കൂടി തന്നെയാണ് ഈ കോൺഗ്രസ് നേതാക്കളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കപ്പെടുന്നത്. ഇത് വളരെ നിർണായകമാണ്. ജാമ്യാപേക്ഷ കോടതി തള്ളിയാൽ സ്വാഭാവികമായിട്ടും വലിയ തിരിച്ചടിയായിരിക്കും കോൺഗ്രസിനുണ്ടാവുക. IC ബാലകൃഷ്ണൻ MLA വളരെ പ്രധാനപ്പെട്ട നേതാവാണ്. അതുപോലത്തെ ND അപ്പച്ചൻ വളരെ പ്രധാനപ്പെട്ട നേതാവാണ് വയനാട്ടിലെയും. KPCC നേതൃത്വത്തിന് അടക്കം ഇത്തരത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ നിഷേധിച്ചാൽ മറുപടി പറയേണ്ടി വരും, പ്രതിരോധത്തിലാവും. VD സതീശൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ കഴിഞ്ഞ ദിവസം ഈ NM വിജയൻ്റെ വീട് സന്ദർശിച്ചിരുന്നു. അപ്പോഴൊക്കെ പ്രശ്നപരിഹാരമുണ്ട് എന്ന രാഷ്ട്രീയ സമവായമാണ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വച്ചത്. പക്ഷേ ഇന്ന് വളരെ നിർണായകമാണ്. ഈ കേസിൽ ഇവർ പ്രതി ചേർക്കപ്പെടുകയാണ്, അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലേക്ക് പോകും. അതെങ്ങനെ മറികടക്കും എന്നതാണ് ഇനിയുള്ള മണിക്കൂറുകൾക്കുള്ളത്. ഏതായാലും 11 മണിയോടെ ഇത് സംബന്ധിച്ച് നിർണായക തീരുമാനത്തിലേക്ക് സെഷൻസ് കോടതി എത്തുമെന്നാണ് കരുതുന്നത്. ശരി രതീഷ് വാസുദേവൻ, എന്തായാലും 11 മണിയോട് കൂടിയിട്ട് ഇതിലൊരു തീരുമാനം അറിയാനായിട്ട് സാധിക്കും.